മയക്കുമരുന്നിന്റെ വിളയാട്ടമാണ് മലയാള സിനിമയിൽ എന്ന് പറഞ്ഞാൽ തെറ്റായി പോകത്തില്ല അല്ലേ പൗർണമി? ഇല്ല. കാരണം കൂടുതലും മയക്കുമരുന്നുകൾ കേരളത്തിലേക്ക് ഒഴുകുന്നത് സിനിമാ ഫീൽഡിലേക്ക് വേണ്ടിയതാണെന്നാണ് നമ്മളുടെ കരക്കമ്പി പറയുന്നത്. കരക്കമ്പി അല്ല, പിടിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗം പേരും ഞങ്ങൾക്ക് സിനിമാക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്, അവർ പേരുകൾ പറയുന്നില്ല എന്ന് മാത്രം. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം പിടിച്ച തസ്ലീമ സുൽത്താനയുടെ കയ്യിൽ, അവളുടെ കയ്യിലെ ഡയറക്ട് ഗ്രൂപ്പിലോ അവളുടെ ഫോണിലോ ഒക്കെ ചാറ്റ് ഹിസ്റ്ററി കണ്ടിട്ടാണ് ഈ പറയുന്ന ശ്രീനാഥ് ഭാസിയുടെയും ഷൈൻ ടോം ചാക്കോയുടെയൊക്കെ പേരുകൾ പോലീസിന് കിട്ടുന്നത്. പക്ഷെ അതിലും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയിരിക്കുന്നു. അതെന്തിനായിരിക്കും ശ്രീനാഥ് ഭാസി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയത്? പിന്നെ അതിന്റെ ബാക്കി കഥ ഒന്ന് പൗർണമി പറഞ്ഞാട്ടെ. അതെ, അല്ല, മുൻകൂർ ജാമ്യത്തിന്റെ അപേക്ഷ നൽകി, അതുപോലെ തന്നെ അപേക്ഷ പിൻവലിക്കുകയും ചെയ്തു. അതെ, അതാണ് എന്റെ ഹൈലൈറ്റ് പോയിന്റ്. കാരണം മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ തെറ്റില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നത്? പോലീസ് ഒന്ന് ചോദ്യം ചെയ്യട്ടെ, എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞാൽ പോരെ, പകരം ചുമ്മാ മാധ്യമങ്ങളുടെ മുമ്പിൽ കിടന്ന് ആക്രോശിച്ചിട്ട് കാര്യമുണ്ടോ? ശ്രീനാഥ് ഭാസിയുടെ ഒരു പ്രത്യേകത അതൊക്കെ തന്നെ. പ്രത്യേകത എന്ന് പറയാൻ പറ്റുന്ന ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. ഈ മൈക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുമ്പിലിരിക്കുന്ന ആങ്കർ ആണോ, സ്ത്രീ ആണോ, പുരുഷനാണോ, ക്യാമറാമാൻ ഉണ്ടോ, മനുഷ്യന്മാരാണോ നോക്കാതെ അവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുക, അല്ലെങ്കിൽ അവരെ പോലെ പെരുമാറുക എന്നുള്ളത് ഒരു നമ്മളും ഒരുപാട് ആളുകളുമായിട്ട് സംസാരിക്കുന്നതാണ്, ഇന്റർവ്യൂസ് ഒക്കെ എടുക്കുന്നതാണ്. അപ്പം ഒരു മാന്യമല്ലാത്ത രീതിയിലുള്ള ഒരു ഇടപെടലുകൾ, പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചോദിക്കുമ്പോഴായിരിക്കും അവർക്ക് പറയാം, അത് എനിക്ക് ആൻസർ പറയാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത്, അഥവാ അതും അല്ലെങ്കിൽ ഓഫ് ദി റെക്കോർഡ് പറയാം. കാരണം ഞാനിപ്പോൾ ഇതിന് മറുപടി പറഞ്ഞാലും ഇല്ലെങ്കിൽ ഈ ഒരു ചോദ്യമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് വിടരുത്. അത് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും വന്നിരിക്കുന്ന ആ ഒരു ഇന്റർവ്യൂയ്ക്കുണ്ട്. പക്ഷേ ഈ പറയുന്ന ശ്രീനാഥ് ഭാസി ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇന്റർവ്യൂവിന് വന്നതിന് ആങ്കറോട് അപമര്യാദയായിട്ട് സംസാരിച്ചു, അതുമായി ബന്ധപ്പെട്ട കേസ് ഉണ്ടായിരുന്നു. പിന്നീട് മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് ആ കേസ് പിൻവലിച്ചത്. പക്ഷെ ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ല. ഈ ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന തസ്ലീമ സുൽത്താന എന്ന് പറയുന്ന വ്യക്തി ഈ ശ്രീനാഥ് ഭാസിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പം ശ്രീനാഥ് ഭാസിയെ പോലീസ് സ്റ്റേഷനിൽ വരികയും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നിട്ടുണ്ടാവണം. അപ്പോൾ ശ്രീനാഥ് ഭാസി തുറന്നു പറഞ്ഞു, എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, അല്ലെങ്കിൽ എന്നെ വിളിച്ചതിന് ശേഷം കഞ്ചാവ് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ താൻ ചോദിച്ചു, കളിയാക്കുകയാണോ, തമാശയായിരിക്കും എന്നാണ് കരുതിയത്, മെസ്സേജ് അയച്ചപ്പോൾ ഇത് തന്നെ പറ്റിക്കുകയാണെന്ന് വിചാരിച്ചു, വെയിറ്റ് എന്നാണ് പറഞ്ഞത്. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും കോഡ്ഭാഷ ഇവർക്കുണ്ടോ എന്നറിയില്ല. എന്ത് തന്നെയായാലും പിന്നീട് ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ആരോപണ വിധേയനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യരാണ്, ചേഞ്ച് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. ഏതോ ഒരു സിനിമയിൽ നമ്മൾ കണ്ടിട്ടില്ലേ, അതായത് ഒറ്റ തവണ അബദ്ധത്തിൽ എന്തോ സംഭവിക്കുന്നതാണ്. പക്ഷേ ആ ഒരു ഒറ്റ തവണ അങ്ങനെ ചെയ്തു എന്ന് വെച്ച് ആ ആളെ ഒരു സ്ഥിരം മദ്യപാനിയായിട്ട് ചിത്രീകരിക്കുന്നു. അത് തന്നെ പറയുന്നു. പിന്നെ ഓട്ടോമാറ്റിക്കലി ആ ആൾ അതിന് അഡിക്റ്റ് ആയി പോവുകയാണ്. അപ്പോൾ നമ്മുടെ വാക്കുകൾക്കും നമ്മുടെ പ്രവർത്തികൾക്കും അങ്ങനെ ഒരാളെ ആ രീതിയിലേക്ക് തള്ളിവിടാൻ പറ്റും. പക്ഷേ ഇവിടെ ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിർത്തി ഇപ്പോൾ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി ആ വഴി പോവാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ഈ ശാരിക ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഷൈൻ ടോം ചാക്കോയൊക്കെ മുൻപും ഇതുപോലെ കൊക്കൈൻ കേസിലൊക്കെ അല്ലേ കുറച്ച് എനിക്കൊന്നും ഒരു മാസം ആയിട്ടില്ല, അദ്ദേഹത്തെ 1-2 മാസം ആയിട്ടുള്ള കുറ്റവിമുക്തനാക്കിയിട്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ശ്രീനാഥ് ഭാസിയുടെ കേസ് പറയുമ്പോൾ അദ്ദേഹം അത് വളരെ കാര്യമായിട്ട് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ അത് എഴുതിയിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പൗർണമി ഇവിടെ വിശദീകരിച്ചത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി അല്ലെങ്കിൽ ഈ പോലീസുകാർ എക്സൈസ് തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ഭയമുണ്ട്, അയാളുടെ ഭാഗം വിശദീകരിച്ച് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ശ്രീനാഥ് ഭാസി സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, തസ്ലീമ സുൽത്താനെ അറിയാം, അതുകൂടാതെ അവരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചാറ്റിംഗ് ഉണ്ട്, അവരുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് കോൾസ് ഉണ്ട്. ചുമ്മാ കയറി മോഹൻലാലിനോ മമ്മൂട്ടിക്കോ പൃഥ്വിരാജിനോ ഉജാഗോവനൊക്കെ കഞ്ചാവ് വേണമെന്ന് ചോദിക്കുമോ തസ്ലീമ? അപ്പോൾ ശ്രീനാഥിന്റെ ആ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു വിശദീകരണം കോടതിക്ക് കൊടുത്ത അല്ലെങ്കിൽ ജാമ്യാപേക്ഷയ്ക്ക് കൊടുത്ത വിശദീകരണം വായിച്ചപ്പോൾ അല്ലെങ്കിൽ ഇത് കേട്ടപ്പോൾ നമുക്ക് ചിരിയാണ് വന്നത്. കാരണം എന്തെല്ലാം ഉരുണ്ടു പെരണ്ടലുകളാണ് കാണിച്ചു കൂട്ടുന്നത്. ഈ മയക്കുമരുന്നൊരു കുഴപ്പമുണ്ട്, അതിലൊരു അഡിക്റ്റായി പോകുന്നത് നമുക്ക് അതിനു മുമ്പ് നമ്മൾ ചർച്ചകൾ ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ഹൈബ്രിഡ് കഞ്ചാവോ MDMA പോലുള്ള കേസുകൾ നമ്മുടെ ശരീരത്തിൽ ലഹരിയായി പടർന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും ഒരു മോചനമില്ല. അത് കുറച്ച് കൊണ്ടുവന്ന് അത്രയും ഇമോഷണലി നമ്മൾ പവർഫുൾ ആയാൽ മാത്രമേ, മെന്റലി ഇമോഷണലി സ്ട്രോങ് ആയാൽ മാത്രമേ നമുക്ക് അതിനൊരു മോചനമുള്ളൂ. അതിൻ്റെ കോർ അഡിക്റ്റ് ആയിട്ടുള്ള പെഡ്ലേഴ്സും അതിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ആൾക്കാരൊക്കെ ഇപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോഴും ആ രക്ഷപ്പെട്ട ആൾക്കാർ പറയുന്നുണ്ട് ഏത് നിമിഷവും ചിലപ്പോൾ പോയേക്കാം. ഒരു പക്ഷേ ഇനി ആ ഗ്യാങ് വന്ന് നിർബന്ധിക്കുകയോ ഒരു പ്രാവശ്യം കൂടെ കഴിച്ചു പോയാൽ കൂപ്പുകുത്തി ആ ഒരു ലഹരിക്ക് അഡിക്ഷൻ എന്ന ആ സംഭവത്തിലേക്ക് വീണേക്കാം. അത് തന്നെ ആവാം ഇപ്പോൾ ശ്രീനാഥ് ഭാസി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടാകുക. അദ്ദേഹം ഈ പല ആരോപണങ്ങൾ ശ്രീനാഥ് ഭാസിക്കെതിരെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത് വ്യക്തമായിട്ട് ചാറ്റ് ഹിസ്റ്ററി ഒക്കെ പുറത്തു വരുന്നത് ആദ്യമായിട്ടാണെന്ന് എനിക്ക് ഇത് കാരണം എവിഡൻസ് ആണ്. പോലീസ് പ്രതി ചേർക്കാത്ത എന്തുകൊണ്ടാണെന്നാണ് എൻ്റെ സംശയം. പോലീസ് പ്രതി ചേർക്കാത്തതുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന ആള് മുൻകൂർ ജാമ്യാപേക്ഷ പിൻവലിച്ചതെന്നൊരു സാധനം ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്, പട്ടികയിൽ ചേർത്തിട്ടില്ല. അപ്പം
മുൻകൂർ ജാമ്യാപേക്ഷയിൽ താൻ പ്രതിയാണെങ്കിൽ മാത്രമല്ലേ അങ്ങനെ ഒരു പിന്നെ ഒരു അപേക്ഷ കേസ് കൂടെ പറഞ്ഞു, വേറൊന്നുമല്ല. ഇപ്പൊ ശ്രീനാഥ് ബാസി പറഞ്ഞല്ലോ തസ്ലീമ നസ്രീന് പിന്നെ കഞ്ചാവ് വേണമെന്ന് ചോദിച്ചു, ഞാൻ തമാശയാണെന്ന് വിചാരിച്ചു. ഒരാള് ഒരു പിന്നെ നമ്മുടെ നാട്ടിലെ പ്രമുഖനായിട്ടുള്ള ഒരു സെലിബ്രിറ്റിയോട് ചോദിക്കുകയാണ് കഞ്ചാവ് വേണോ, അതൊരു സ്ത്രീ. അല്ല, ഇദ്ദേഹത്തിന്റെ നമ്പർ എങ്ങനെ കിട്ടിയ? ഓക്കെ, അതെന്തെങ്കിലും അവിടെ എന്തെങ്കിലും സംഘടിപ്പിച്ചു ചെയ്യാം. അപ്പോൾ അത് തമാശയാണെന്ന് എങ്ങനെ ശ്രീനാഥ് ബാസിക്ക് പറയുമ്പോൾ വിശ്വസനീയമായ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അദ്ദേഹം കുറ്റാരോപിതനാണെന്ന് അല്ലെങ്കിൽ അദ്ദേഹം കഞ്ചാവടിക്കാണെന്ന് അങ്ങോട്ട് അഫോം ചെയ്യുകയല്ല. പക്ഷേ ഇദ്ദേഹം പറയുമ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകരാണെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ നമ്മളാരും പൊട്ടന്മാരാണ്, നമ്മൾ അരിയാഹാരം കഴിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. അതുമാത്രമല്ല 1-2 രൂപയുടെ അല്ല, 2 കോടി അടുത്തുള്ള കഞ്ചാവാണ്, ഹൈബ്രിഡ് കഞ്ചാവാണ് തസ്ലീമയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത്. അപ്പോൾ ഉറപ്പായിട്ടും അവൾ എന്തായാലും ചുമ്മാ തമാശയ്ക്ക് വേണ്ടിയിട്ട് ശ്രീനാഥിനെ വിളിച്ചിട്ട് കഞ്ചാവ് വേണമെന്ന് ചോദിക്കില്ല. അവളുടെ സ്ഥിരം കസ്റ്റമർ ആയിരിക്കാം, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിരം കസ്റ്റമർ ആയിരിക്കാം. എന്തായാലും അവളുടെ ചാറ്റ് ഹിസ്റ്ററി ഒക്കെ അവരുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും എന്തെങ്കിലും ഉടായ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം എല്ലായ്പ്പോഴും ആരോപണ വിധേയർ തന്നെയാണ് ഈ ശ്രീനാഥ് ബാസിയും അതുപോലെ ഷൈൻ ടോം പ്രതികരിച്ചിട്ടില്ലാന്ന് തോന്നുന്നു. ഇല്ലാന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ചോദിക്കാൻ വരുമായിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണമോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വന്നതോ അല്ലെങ്കിൽ ജാമ്യാപേക്ഷ മുന്നോട്ട് വെച്ചതോ ആയിട്ടുള്ള യാതൊരുവിധ വാർത്തകളും കണ്ടിട്ടില്ല. ഇപ്പൊ ഈ ശ്രീനാഥ് ബാസിയുടെ കാര്യമാണെങ്കിലും ഈ പറയുന്ന മൊബൈലിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ചാറ്റുകൾ കാണുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ചാറ്റ് മാത്രമേ പ്രത്യക്ഷത്തിൽ ഉണ്ടാവുള്ളൂ. ഇനി എന്തെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഇവർ തമ്മിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ, ഇപ്പോൾ കോൾ ഹിസ്റ്ററി ആണെങ്കിലും ചാറ്റ് ഹിസ്റ്ററി ആണെങ്കിലും ഒക്കെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിനു മുമ്പ് ഇവർ തങ്ങളിൽ എന്തെങ്കിലും ഡീലിംഗ് നടന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ശ്രീനാഥ് ബാസി ആണെങ്കിലും അല്ലെങ്കിൽ ഈ സ്ത്രീ പറയുന്ന ആണെങ്കിലും വിശ്വസിക്കാനേ നിർവാഹമുള്ളൂ. പക്ഷേ ഇതിൻ്റെ എല്ലാം വേര് തപ്പിപ്പോയാൽ മാത്രമേ യഥാർത്ഥ കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു സിനിമാ മേഖലകളിൽ ആദ്യം ശാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സിനിമാ മേഖലയിൽ മാത്രമല്ല ഈ പറയുന്ന കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്നോ ലഹരികളോ ഒന്നും വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട് നീളെ അല്ലെങ്കിൽ ഒരു ഇപ്പോഴത്തെ യുവതലമുറ എന്ന് പറയുന്നതേ ഇതിൻ്റെ ഇടയിലേക്ക് പെട്ടുപോകുന്നതായിട്ടാണ് ഇതുവരെയുള്ള വെളിപ്പെടുത്തലുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഒരുപാടധികം ആളുകൾ ഇതിൽ നിന്ന് മുക്തി നേടി മോചനം നേടി വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പലരെയും പിന്നോട്ട് വലിക്കുന്നതും ഇതിൻ്റെ ആ ഒരു ലഹരിയുടെ ആ ആസക്തിയാണ്. പക്ഷേ അപ്പോഴും ഈ നമ്മളെല്ലാവരും പറയുമല്ലോ, കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാലേ അറിയൂ, അല്ലെങ്കിൽ മൂത്തവർ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ല, അവനവൻ അനുഭവം വരുമ്പോഴേ ഇത് പഠിക്കുന്നു. അങ്ങനെ അനുഭവം വന്ന് പഠിച്ച ഒരുപാട് പേര് ഇതിൽ നിന്ന് മോചനം നേടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴും എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത ആളുകളുമുണ്ട്. പലരും അങ്ങനെ കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയൊക്കെ ആ ഒരു മോചനം നടത്തിയതിന് ശേഷം റിവീൽ ചെയ്യാൻ തയ്യാറാവുന്നവരുണ്ട്. അപ്പോൾ തന്നെ ഇത് ഉപയോഗിക്കുന്നവർക്കാണേലും ഇനി ഉപയോഗിക്കാൻ പ്ലാൻ ഉള്ളവർക്കാണേലും മനസ്സിലാക്കാം ഇത് എത്രത്തോളം അപകടകാരിയാണെന്നുള്ളത്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ മനുഷ്യൻ്റെ ഒരു പൊതുവായ നേച്ചറാണല്ലേ ശരിക. എത്ര പറഞ്ഞു കൊടുത്താലും അല്ലെങ്കിൽ എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചാലും സ്വയം ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഒരുപക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എന്നാ ചെയ്തിട്ടേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. പക്ഷേ ആരും തന്നെ ഇതിന്റെ ഒരു അപകടാവസ്ഥ അല്ലെങ്കിൽ ഏത് നിലയിലേക്ക് ഇത് കടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കൊടുത്താൽ എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു തലമുറയ്ക്ക് മനസ്സിലാവാത്തതിന്റെ കാരണം? മനസ്സിലാകാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുതിലേ തൊട്ട് ഇപ്പോൾ അല്ലലില്ലാതെ വളർത്തുന്നു എന്നുള്ളതാണ്. എന്തും ചോദിക്കുന്നത് എന്തും മേടിച്ചു കൊടുക്കുക എന്നൊരു ലെവലാണല്ലോ. ഇപ്പൊ അത് മിഡിൽ ക്ലാസ് ഒന്നോ ലോ ക്ലാസ് ഒന്നോ അല്ലെങ്കിൽ റിച്ച് എന്നോ ഒന്നുമില്ല. ഏത് ഫാമിലി നമ്മൾ നോക്കിയാലും അവനൊരു മൊബൈൽ ഫോൺ വേണം അല്ലെങ്കിൽ ബൈക്ക് വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞാൽ ലോൺ എടുത്ത്, ഇന്ന് ലോണുകളുടെ കാലമാണല്ലോ, എവിടെ നിന്ന് ലോൺ കിട്ടും? ആപ്പും കിട്ടും. ആപ്പിനകത്ത് ഇഷ്ടം പോലെ ലോൺ ഉണ്ട്. അത് ഇൻസ്റ്റന്റ് മണി, ഇൻസ്റ്റന്റ് ലോണൊക്കെ കൊടുക്കുമ്പോൾ അവൻ്റെ ഒരു ആഗ്രഹമല്ലേ, കുഞ്ഞിൻ്റെ ഒരു ആഗ്രഹമല്ലേ, അത് മേടിച്ചു കൊടുക്കാം. പ്രത്യേകിച്ചും എനിക്കൊന്ന് മൊബൈൽ ഫോണുകളാണ് ഈ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ വഷളാക്കിയത്. പണ്ടും കുഞ്ഞുങ്ങൾക്ക് മോട്ടോർ ബൈക്ക് ക്രൈസ് ഒക്കെ ഉണ്ട്, ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്. പക്ഷേ ആ മോട്ടോർ ബൈക്ക് മേടിച്ചു കൊടുത്തിട്ട് ഒരു കുഞ്ഞുങ്ങളും പിഴയായി പോയിട്ടില്ല ഇന്നേ വരെ. സൈക്കിൾ മേടിച്ചുകൊണ്ടാരും പിഴയായി പോയിട്ടില്ല, കാറ് മേടിച്ചുകൊണ്ടാരും പിഴയായി പോയിട്ടില്ല. പക്ഷേ മൊബൈൽ ഫോൺ അതൊരു വല്ലാത്ത ഒരു മാരക സാധനമായി പോയി. പ്രത്യേകിച്ചും കൊറോണയ്ക്ക് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ തന്നെ ഇൻസിസ്റ്റ് ചെയ്തു. കാരണം ക്ലാസ്സുകളും അസൈൻമെന്റ്സും പ്രോജക്റ്റുകളും ഓൺലൈൻ ക്ലാസ്സുകളും എല്ലാമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുൾ ടൈം ഫോൺ കൊടുക്കേണ്ട ഒരു അവസ്ഥ. അപ്പോഴും ആ ഫോൺ ഫിൽട്ടർ ചെയ്ത് കൊടുക്കാൻ ആരും നമ്മളോട് പറഞ്ഞില്ല, നമ്മൾ അറിഞ്ഞില്ല, നമ്മൾ പഠിപ്പിച്ചില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ ആയിരുന്നില്ല. കാരണം അതൊരു ദുരന്ത സമൂഹമായി അല്ലെങ്കിൽ ദുരന്ത തലമുറയായി മാറുകയാണോ നമ്മുടെ ഈ ജനറേഷൻ എന്ന് പേടി വരികയാണ്. പറഞ്ഞത് വേറൊന്നുകൊണ്ടല്ല, ഒരു കാര്യവും അവർ അനുസരിക്കില്ല, പറഞ്ഞാൽ അവർക്ക് പിടിക്കില്ല. അവർക്ക് അവരുടേതായ ന്യായവാദങ്ങൾ ഒരുപാടുണ്ടാവും. ഫോൺ ഇപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവരിത് ചെയ്യും. അവർ പറയുന്നത് നമ്മളൊക്കെ അപ്പോൾ പഴഞ്ചനായി, നമ്മളൊക്കെ തന്തവൈബും തള്ളവൈബും ആയി മാറുന്നു ചെയ്യരുതെന്ന് പറഞ്ഞാൽ. പക്ഷേ ആ തന്തവൈബിനും തള്ളവൈബിൻ്റെ ഒരു കൗമാരകാലവും യൗവനകാലവും എടുത്തൊക്കെ വളരെ മനോഹരമായിരുന്നു. പ്രണയത്തിന് പ്രണയവും തേപ്പിന് തേപ്പും അടിച്ചുപൊളിക്ക് അടിച്ചുപൊളിയും ഒക്കെ അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ഒരാളെയും കൊല്ലുക എന്നൊരു സ്വപ്നത്തിൽ പോയിട്ട് ഇപ്പോഴെല്ലാവരും കാഷ്വൽ അല്ലെങ്കിൽ നോർമലി സംസാരിക്കുമ്പോൾ പോലും കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും ഞാൻ കൊല്ലും അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഒന്നും ചെറുപ്പത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചതായിട്ട് പോലും ഓർമ്മയില്ല. ഇപ്പോഴാണ് വീണ്ടും കാഷ്വൽ
പൊളിറ്റിക്കൽ ടോക്സിൽ അടിക്കൂടാ, അതിനെ അടിക്കൂടാ എന്ന് പറയാൻ. അത് മാത്രമല്ല, നമ്മൾ മൂലം ആരെങ്കിലും ഒന്ന് താഴെ വീഴുകയോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ മുട്ടുപൊട്ടുകയോ അല്ലെങ്കിൽ ഒന്ന് അടിക്കുകയോ ചെയ്താൽ എന്തിനും നിന്റെ അച്ഛനോട് പോയി പറയണമെന്ന് പറഞ്ഞാൽ അവന്റെ മുഖം ഒന്ന് മാറിയാൽ പോലും കരഞ്ഞാൽ പോലും നമ്മൾ പറയും പോട്ടടാ, ഞാൻ അറിയാതെ സംഭവിച്ചതാണ്, സോറിടാ എന്ന് പറഞ്ഞ ഒരു ദയ, ഒരു കരുണ, അലിവ്, മറ്റത് നമ്മുടെ സഹാനുഭൂതി അല്ലേ, അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആ ഒരു വേർഡ് പോയിട്ട് ആ ഒരു ഫീൽ എന്താണെന്ന് പോലും അറിയില്ല. നമ്മുടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പറഞ്ഞത്, നമ്മുടെ കുട്ടികൾക്ക് റെസ്പെക്ട് എന്താണെന്ന് അറിയില്ല, കൈൻഡ്നെസ് എന്താണെന്ന് അറിയില്ല, ഒരാളോട് എന്താ പറയുക, ഒരാൾ ഷെയറിങ് ആൻഡ് കെയറിങ് എന്താണെന്ന് അറിയില്ല, മുതിർന്നവരെ ബഹുമാനിക്കണം, ആ ബഹുമാനം അതെങ്ങനെ എന്താണ് സംഭവം എന്ന് അറിയില്ല. അവരെ നമ്മൾ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇനിയുള്ളത് വരുന്ന തലമുറയെ, അതായത് ഇവരുടെ താഴേക്കിടയിലുള്ള സമൂഹത്തെ ഒന്ന് നല്ല രീതിയിൽ വാർത്തെടുക്കുക, അവർക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നും അതിന് നമ്മുടെ പഴയ തലമുറയെ മാറേണ്ടിയിരിക്കുന്നു. കാരണം പഴയ രീതി വെച്ച് ഒരിക്കലും ഇന്നത്തെ തലമുറയെ നമുക്ക് അളക്കാനോ അവരെ മനസ്സിലിപ്പിക്കാനോ പറ്റില്ല. നമ്മൾ അവരോടൊപ്പം നടന്ന് അവരുടെ സുഹൃത്തുക്കളായി നടന്നുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. കാരണം ഈ സാമം ദാനം ഭേദം ദണ്ണം അങ്ങനെ പറയില്ലേ, അതൊന്നും ഇപ്പോഴത്തെ ഇനി ഒരു തലമുറയുടെ നടക്കില്ല. കാരണം അവർ വേറെ ഒരു ഡിജിറ്റൽ വേൾഡാണ്. അവർ ശരിക്കും റീൽസിന്റെ വേൾഡിലാണ്, റിയാലിറ്റിയിലല്ല ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, അവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടിയിരിക്കുന്നു. ആ ഒരു കാര്യം പറയുമ്പോഴാണ് ഇപ്പോൾ ശ്രീനാഥ് ബാസിയുടെ കേസ്, അതിൽ വലിയൊരു പങ്ക് മൊബൈൽ ഫോണിലൂടെ വന്നൊരു സാധനമാണ് മയക്കുമരുന്ന്, അല്ലെങ്കിൽ ഈ ഹൈബ്രിഡ് അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന MDMA ഒക്കെ അവർക്ക് ഒരു ക്യാരിയറാണ് മൊബൈൽ ഫോണായി മാറിയിരിക്കുന്നത്. കാരണം മൊബൈൽ ഫോണിലൂടെ എല്ലാ കാര്യങ്ങളും SMS വഴിയോ കോഡ് ഭാഷയിലൂടെ വഴിയോ വാട്സപ്പിലൂടെയോ ടെലഗ്രാം ഹാക്ക് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഈ പിന്തുടരാൻ പറ്റാത്ത ഒരു ആപ്പാണ് ഈ ടെലഗ്രാമിലൂടെ പല ഉടായ്പകളും നടക്കുന്നത്, പല തൊഴിൽ തട്ടിപ്പുകളും നടക്കുന്നത്. അത് തന്നെയാണ് ഈ മയക്കുമരുന്ന് കേസിലും ഹാക്കർമാരും അല്ലെങ്കിൽ പെഡ്ലേഴ്സും ഒക്കെ ഉപയോഗിക്കുന്നത്. സോ ഞാൻ പറഞ്ഞു വരുന്നത് ശ്രീനാഥ് ബാസിയുടെ വിഷയത്തിലേക്കാണ്. കാരണം നമ്മുടെ ആ ഒരു യുവതലമുറ ഈ മയക്കുമരുന്ന് അഡിക്റ്റായി വരുന്നതിന് ഒരു കാരണം സിനിമയാണോ എന്ന് ചോദിച്ചാൽ സിനിമാക്കാർ അതൊരു എക്സാമ്പിളായിട്ട് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ശ്രീനാഥ് ബാസിയെ പോലുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു നടനായിരുന്നു. പക്ഷെ അദ്ദേഹമൊക്കെ ഈ മയക്കുമരുന്ന് അഡിക്റ്റ് ആണ് അല്ലെങ്കിൽ അവർ കഞ്ചാവ് അഡിക്റ്റ് ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ശ്രീനാഥ് ബാസിയെ ഇഷ്ടമുള്ള ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഒരു ഫാൻ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇതിന് അഡിക്റ്റ് ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ ചിന്തിക്കും, എടാ ഇവനെ പോലെ ഒന്ന് നടക്കണം, അയാളുടെ ഒരു അറ്റയറൊക്കെ നോക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ സ്റ്റൈലിഷ് ആവണമെങ്കിൽ ഞാനും ഒന്ന് അടിച്ചു നോക്കാം, അങ്ങനെ ഒരു വേറെ ലെവലിൽ നടന്നാൽ മാത്രമേ നമുക്കും സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്കും ശ്രീനാഥ് ബാസിയെ പോലെ ആകാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. സോ അതുകൊണ്ട് അത് വല്ലാത്തൊരു ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ പൗർണമി? തീർച്ചയായും. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളാണെങ്കിലും ഇപ്പം ഈ സിനിമാ മേഖലയെ മാത്രം നമ്മൾ അടിച്ചമർത്തിക്കൊണ്ട് പറയുകയല്ല, ഏതൊരു മേഖലയിലും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാവണമെന്ന് തന്നെ എല്ലാവരെയും പോലെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളും. അതുകൊണ്ട് ഈ ഒരു സിനിമാക്കാർ അല്ലെങ്കിൽ ഈ ഒരു നടന്മാർ അവരെ മാത്രം മാതൃകയാക്കിക്കൊണ്ട് അവർ ചെയ്യുന്നതെല്ലാം നമുക്ക് ചെയ്യണം, അങ്ങനെ ഒരു വാശിയൊന്നും വേണ്ട. അവർക്കും തെറ്റ് പറ്റാം, അവരും മനുഷ്യരാണ്. അതുകൊണ്ട് അവർ തെറ്റ് തിരുത്താൻ തയ്യാറാവും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇതെല്ലാം പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ആരെങ്ങനെയൊക്കെ ഉപയോഗിച്ചാലും നമ്മൾ സ്വയം തീരുമാനിക്കുക, ഈ ഒരു ലഹരിക്ക് അല്ലെങ്കിൽ മയക്കുമരുന്ന് നമ്മൾ ഒരിക്കലും അടിമയാവില്ല എന്നുള്ളത്.